ഉൽപ്പത്തി 13 അധ്യായത്തിൽ 1 മുതൽ 13 വരെയും, പ്രഭാഷകൻ 31 അധ്യായം 1 മുതൽ 11 വരെയും, 1 തിമോത്തി 6 അധ്യായം 3 മുതൽ 10 വരെയും, ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുമുള്ള വാക്യങ്ങളിൽ പ്രധാനമായി പറയുന്ന ഭാഗമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എന്താണ് സമ്പത്ത്? ഒരുവൻ ആ വലിയ സമ്പത്തിനെ നേടിക്കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകേണ്ട വ്യതിയാനങ്ങൾ എന്തെല്ലാമാണ് എന്ന് വളരെ വ്യക്തമാക്കി തരുന്ന വചനഭാഗങ്ങളാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. യേശുവിന്റെ രക്ഷാകരമായ ഇടപെടലിന്റെയും അതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമൂലമായ പരിവർത്തനത്തിന്റെയും ഒരു കഥയാണ് സക്കേവൂസിന്റെ ഭവനത്തിൽ എന്ന ഹെഡിങ്ങോടുകൂടി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മുടെ മുൻപിൽ രേഖപ്പെടുത്തുന്നത്. യേശുവിന്റെ രക്ഷാകരമായ ഇടപെടലും അതിലൂടെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സമൂലമായ പരിവർത്തനവും വളരെ മനോഹരമായി ഈ 19 അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ക്രിസ്തുവായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തന്നെ ഒരു വലിയ ദൗത്യം നിർവഹിക്കാനാണ്. നഷ്ടപ്പെട്ടു പോയവരെ തേടിപ്പിടിച്ച് തൻ്റെ ഹൃദയത്തിലോട് ചേർത്ത് വെച്ച് തൻ്റെ സ്നേഹവും കരുണയും അവരിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ലൂക്കായുടെ സുവിശേഷം 19 അധ്യായത്തിൽ 10 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ സക്കേവൂസിനെ ദൈവാന്വേഷണത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഈ വചനഭാഗത്തിലൂടെ വായിക്കുകയും ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്ന എൻ്റെ മനസ്സിലേക്ക് 5 ആശയങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ആശയം, എ ബേണിംഗ് ഡിസയർ ഓഫ് സക്കേവൂസ്. യേശുവിനെ കാണുവാനുള്ള സക്കേവൂസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തീവ്രമായ ആഗ്രഹം. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിലും ആഗ്രഹമാണല്ലോ ആ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി. ആഗ്രഹം തീവ്രമായെങ്കിൽ അത് നേടിയെടുക്കുന്നത് വരെ ഏതൊരു നല്ല വിശ്വാസിയും അതിന്റെ പിന്നാലെ ഓടുമെന്ന് ഈ ദൈവവചന ഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഒരുപക്ഷെ തന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരുമാതിരിയുള്ള തടസ്സങ്ങളും ബന്ധനങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കാം. എന്നാൽ സക്കേവൂസിനെ പോലെ ആ പ്രതിബന്ധങ്ങളെയെല്ലാം തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും ഒരു പ്രതിബന്ധമായി നമുക്ക് തോന്നുകയില്ല. സക്കേവൂസ് പലവിധത്തിലുള്ള പ്രതിബന്ധങ്ങളെ അവൻ തിരിച്ചറിയുന്നു. ശാരീരികമായ പൊക്കക്കുറവ് അവന്റെ ഒരു ബലഹീനതയായിരുന്നു. ഒപ്പം തിക്കും തിരക്കും കൂട്ടുന്ന വലിയൊരു ജനാവലിയും. അതിൻ്റെ ഉള്ളിലൂടെ യേശുവിനെ കാണുവാനുള്ള അവന്റെ അതിയായ ആഗ്രഹവും വെച്ച് അവൻ മുന്നോട്ട് പോകുകയാണ്. ആഗ്രഹം ശക്തമാണ് എങ്കിൽ പ്രതിബന്ധങ്ങളെ എപ്രകാരം നിവാരണം ചെയ്യുമെന്നുള്ള മാർഗവും കണ്ടെത്തുവാനായി നമുക്ക് സാധിക്കും. ഓടുന്ന സക്കേവൂസ് ഒരു സിക്കമൂർ മരം കണ്ടുപിടിക്കുകയും അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ ആശയം. നമ്മുടെ മനസ്സിൽ ഈശോയെ കാണുവാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നാം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള നിവാരണ മാർഗത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കും. സ്നേഹ സഹോദരങ്ങളെ, നാം രണ്ടാമത്തെ ആശയത്തിലേക്ക് കടന്നു വരികയാണ്. യേശുവിൻ്റെ പ്രത്യേകമായ ക്ഷണവും വ്യക്തിപരമായ ശ്രദ്ധയും. ഈ രണ്ടാമത്തെ പോയിന്റിൽ 2 ഭാഗങ്ങളാണ് വളരെ പ്രത്യേകമായിട്ട് എന്നെ ആകർഷിച്ചത്. ഒന്നാമത്തേതായി അനുഗ്രഹീതമായ ഒരു വിളി. ഈശോ സിക്കമൂർ മരത്തിന്റെ താഴെ എത്തുകയും മുകളിലോട്ട് നോക്കി ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി സക്കേവൂസിനെ വിളിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും സ്നേഹമുള്ളവർ വിളിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർമയും ഒരു സന്തോഷവും ഈ വിളിയുടെ സമയത്ത് നമുക്കും അനുഭവിക്കാവുന്നതാണ്. ഈശോ സക്കേവൂസിനെ വിളിക്കുന്നു: സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. വേറെ ഒന്നും നോക്കാതെ സന്തോഷത്തോടെ സക്കേവൂസ് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു വിളിയാണ്.
നമ്മെ ഓരോരുത്തരെയും വളരെ വ്യക്തിപരമായിട്ടാണ് ഈശോ ക്ഷണിക്കുന്നത്. ഈശോയുടെ ക്ഷണം എപ്പോഴും അനുഗ്രഹദായകമായ ഒരു വിളിയാണ്. തുടർന്ന് മറ്റൊരു പോയിന്റ് കൂടി ഇവിടെ പരാമർശിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായിട്ടാണ് ഈശോ ഓരോരുത്തരെയും വിളിക്കുന്നത്. അവിടുന്ന് വലിയ കൂട്ടത്തിൽ നിന്നുകൊണ്ടായിരിക്കാം വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികളെയും വിളിക്കുന്നത്. ഈശോ തൻ്റെ സ്വന്തമാക്കുവാനായിട്ടാണ് വ്യക്തിപരമായി വിളിക്കുന്നതും അവനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതും. ഇവിടെയും ഈ രണ്ടാമത്തെ ആശയം ഈശോ നമ്മെ ഓരോരുത്തരെയും വളരെ വ്യക്തിപരമായിട്ട് അനുഗ്രഹീതമായ ഒരു വിളിയിലൂടെ കടന്നു പോകുവാനായുള്ള അവസരം നൽകുന്നു എന്നതാണ്. മൂന്നാമത്തെ ആശയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സമൂഹത്തിന്റെ വിധികൾക്ക് അതീതമായ അംഗീകാരം. ഈശോ സക്കേവൂസിന് നൽകുന്നത് ഈ വലിയ അംഗീകാരമാണ്. നാം ആയിരിക്കുന്ന സമൂഹത്തില് ധനവാന്മാരുണ്ടായിരിക്കാം, പാവപ്പെട്ടവരുണ്ടായിരിക്കാം, വിദ്യാഭ്യാസ സമ്പന്നരുണ്ടായിരിക്കാം, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ടായിരിക്കാം, താഴ്ന്ന നിലവാരത്തിലുള്ളവരുണ്ടായിരിക്കാം, വലിയ നിലവാരത്തിലുള്ളവരും ഉണ്ടായിരിക്കാം. എന്നാൽ പല വിധത്തിലുള്ള സമൂഹ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായിരിക്കാം നാം ഓരോരുത്തരും ഈശോയുടെ പക്കലേക്ക് കടന്നു വരിക. പല വിധത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു രാഷ്ട്രമായിരിക്കാം, പല വിധത്തിലുള്ള മതങ്ങളുള്ള ഒരു സംവിധാനത്തിലായിരിക്കാം, പല വിധത്തിലുള്ള മനോഭാവങ്ങളുള്ള ഒരു കുടുംബത്തിലോ ഒരു സമൂഹത്തിലോ ആയിരിക്കാം. എന്നാൽ ഈശോയ്ക്ക് ഇതൊന്നും ഒരു വിനയായി നിൽക്കുന്നില്ല. ഒരുവിനെ തൻ്റെതാക്കി തീർക്കുമ്പോൾ യേശു ഒരു വിധത്തിലുള്ള സമൂഹത്തിൻ്റെതായ നിലപാടുകളെ ശ്രദ്ധിക്കുകയോ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയോ ചെയ്യുന്നില്ല. ഈ സമൂഹത്തിന്റെ വിധികൾക്കപ്പുറത്തായിട്ടാണ് ഈശോ ഓരോ വ്യക്തിയെയും സ്വന്തമാക്കുന്നത്. അതിനാലാണ് ആ ജനസമൂഹം ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുറുമുറുക്കലുകൾ, അല്ലായെങ്കിൽ വിമർശനങ്ങൾ, അല്ലായെങ്കിൽ കുറ്റാരോപണങ്ങൾ, പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതികൾ, ഇതെല്ലാം ആ ജനാവലിയിൽ നിന്ന് ഉയർന്നിട്ടുണ്ടാകാം. എന്നാൽ സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒന്നിനെയും ഗവനിക്കാതെ സ്വന്തമാക്കുവാനുള്ള താല്പര്യത്തോടുകൂടി ഈശോ സക്കേവൂസിനെ സ്വന്തമാക്കുന്നു. നാലാമത്തെ ആശയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മാനസാന്തരത്തിന്റെ ഫലങ്ങളെയാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുക. സക്കേവൂസിനെ വിളിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഈശോയെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന സക്കേവൂസ്. എവിടെയാണ് യഥാർത്ഥമായ മാനസാന്തരം സംഭവിക്കുന്നതെന്ന് തുടർന്നുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സക്കേവൂസ് പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ പാവങ്ങൾക്കായി വിഭജിച്ചു കൊടുക്കുമെന്ന്. അതുമാത്രമല്ല, അവിടെ വെറും വാക്കുകളിലൂടെ മാത്രം തൻ്റെ വിശ്വാസം നിലനിർത്തുവാനായി അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. തുടർന്നുള്ള വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി കൊടുക്കുവാൻ ഞാൻ സന്നദ്ധനാകുന്നു. ഇതാണ് യഥാർത്ഥമായ മനസ്സാന്തരം. എൻ്റെ കുറവുകളെ ഞാൻ മനസ്സിലാക്കുകയും എൻ്റെ ബലഹീനതകളിലേക്കുള്ള തിരിച്ചറിവിലേക്ക് നയിക്കപ്പെടുകയും പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് എല്ലാം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈശോയുടേതായി തീരുന്ന സക്കേവൂസ്. ഇതാണ് യഥാർത്ഥമായ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. വെറും വാക്കിൽ ഒതുക്കി നിർത്താതെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് പ്രവൃത്തി പദങ്ങളിലൂടെ തന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ ജീവിതത്തിന്റെ ഉടമയായി തീരുന്ന സക്കേവൂസ്. 5ാമത്തെ ആശയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവസാന ആശയമായ രക്ഷയുടെ പ്രഖ്യാപനം. രക്ഷ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്, സമാധാനമാണ്. ഈശോയുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് അവനെ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട സക്കേവൂസ് ഈശോയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈശോ അവനോട് പറയുന്ന ഒരു വാചകമുണ്ട്, നീയും അബ്രാഹത്തിന്റെ മകനല്ലേ, ഇന്ന് നിന്റെ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇതാണ് രക്ഷയുടെ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് അനുഭവപ്പെടുന്ന രക്ഷയുടെ ഒരു സുഖം, അല്ലെങ്കിൽ ഒരു അനുഭവം, ഈശോയുടെ സ്നേഹത്തിന്റെ ഒരു അനുഭവം. ഈശോ രക്ഷ പ്രദാനം ചെയ്യുന്നത് സക്കേവൂസിന് മാത്രമാണ്. എന്നാൽ ഈ രക്ഷയുടെ അനുഭവം സക്കേവൂസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സക്കേവൂസിലൂടെ അവന്റെ ഭവനത്തിലേക്കും ആ രക്ഷയുടെ അനുഭവം കടന്നു വരുന്നതായി വചനത്തിലൂടെ നാം കാണുന്നു. വീണ്ടും അവന്റെ കുടുംബത്തിൽ നിന്ന് അത് ഇടവകയിലേക്കും സമൂഹങ്ങളിലേക്കും സക്കേവൂസുമായി ബന്ധപ്പെടുന്ന ഓരോ വ്യക്തികളിലേക്കും
അവൻ ജോലി ചെയ്യുന്ന ഓരോ മേഖലകളിലേക്കും ഈ രക്ഷയുടെ അനുഭവം കടന്നു വരുന്നു. അതാണ് രക്ഷയുടെ അനുഭവത്തിൻ്റെ പ്രത്യേകത. ഇത് വളരെ സാർവത്രികമാണ്. താനുമായി ബന്ധപ്പെടുന്ന ഓരോ വ്യക്തിക്കും അത് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കുവാനായി വിശ്വാസികളായ, ക്രിസ്ത്യാനികളായ, ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തം ഉണ്ട് എന്ന് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പ്രിയ സഹോദരരെ, ഈശോയെ സ്വന്തമാക്കുവാനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏറെ പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിൽ എൻ്റെ ഈശോയെ എനിക്ക് സ്വന്തമാക്കണം. എൻ്റെ ഈശോയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി എന്നിൽ പ്രതിബന്ധമായി, തടസ്സമായി നിൽക്കുന്നത് എന്തെല്ലാമാണ്? ഒരുപക്ഷെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലഹരിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം ഈശോയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്നവ. ഈ നോമ്പുകാലത്ത് യഥാർത്ഥമായ സമ്പത്ത് എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എൻ്റെ ഈശോയാണ് എൻ്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് കണ്ടുപിടിച്ച് ആ ഈശോയിലേക്ക് അടുക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും എനിക്ക് മാറ്റിക്കളയണം. അതിനായി നോമ്പുകാലത്തിൽ നമുക്ക് പരിശ്രമിക്കാം. കൈ നിറയെ ധനമുള്ളവനല്ല സമ്പന്നൻ, മറിച്ച് മനസ്സ് നിറയെ സമാധാനമുള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ, യഥാർത്ഥ സമ്പത്തിന്റെ ഉത്തരവാദിത്വി. ആ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് കടന്നു വരുവാനായി നമ്മുടെ ഓരോരുത്തരെയും വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ആത്മീയ യാത്രയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിയെടുക്കുവാനും മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും തിരിച്ചറിഞ്ഞവയെക്കുറിച്ച് പശ്ചാത്തപിച്ച് മനസ്സാന്തരപ്പെട്ട് എൻ്റെ ഈശോയെ സ്വന്തമാക്കി നല്ലൊരു ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ ഈ നോമ്പുകാലം എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും നല്ല തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനകളിലൂടെ ഫലദായകമായ ഒരു നല്ല നോയമ്പുകാലം ഏവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.